RICT ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നോൺ ഇൻവെർട്ടർ റെഫ്രിജറേറ്ററിൻ്റെ കംപ്രസറിൽ കണക്ട് ചെയ്യുന്ന റിലേ OLP എന്നീ കമ്പോണൻസ് അതിൽ നിന്നും എങ്ങനെയാണ് ഊരിയെടുക്കുന്നത് എന്ന ഒരു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ എല്ലാ ഫ്രിഡ്ജിൻ്റെയും താഴെയായിരിക്കും കംപ്രസറിൻ്റെ സ്ഥാനം. ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന കംപ്രസറാണ്. അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടുള്ള ട്രേ ഉണ്ടാവും. ഇതിനെ ഡ്രെയിൻ വാട്ടർ ട്രേ എന്നാണ് പറയുന്നത്. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഐസ് ഉരുകുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം കളക്ട് ചെയ്യാനുള്ള ട്രേ ആണിത്. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ 2 സ്റ്റാർ സ്ക്രൂകൾ വെച്ചിട്ടായിരിക്കും ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത് രണ്ടും അഴിച്ചു മാറ്റുക. അപ്പോൾ അതിനുള്ളിൽ കുറച്ചെങ്കിലും വേസ്റ്റ് വാട്ടർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ വേസ്റ്റ് വാട്ടർ കളഞ്ഞതിന് ശേഷം തിരിച്ച് വെക്കുന്ന സമയം അത് കഴുകി വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ട്രേ മാറ്റിയതിന് ശേഷം അതിൻ്റെ അടിയിലായിട്ടാണ് കംപ്രസറിൻ്റെ സ്ഥാനം. ഇത്തരത്തിലുള്ള കംപ്രസറിനെ ഹെർമെറ്റിക്കലി സീൽഡ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ എന്നാണ് പറയുന്നത്. കംപ്രസറിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു വെള്ള കളറുള്ള ഒരു ബോക്സ് കാണാം. ചില ഫ്രിഡ്ജിൻ്റെ അകത്ത് ഒരു ബ്ലാക്ക് കളറായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ടൊരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ അത് നേരത്തെ നമ്മൾ ഉപയോഗിച്ച സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ റിമൂവ് ചെയ്യുക. ചില കംപ്രസറുകളിൽ ഈ ബോക്സിന് ചുറ്റും ഒരു സ്റ്റീലിൻ്റെ സ്ട്രിപ്പായിരിക്കും ഉള്ളത്. അപ്പോൾ അതിൻ്റെ 2 അറ്റം ആ ബോക്സിൽ ലോക്ക് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കൊരു ടെസ്റ്റർ കൊണ്ടോ അതല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ അത് 2 സൈഡിൽ നിന്നും ആ ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്ക്രൂ ഊരി ആ ബോക്സ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാണുന്ന ആ ഭാഗത്തായിരിക്കും അതിൻ്റെ റിലേയും OLP ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അതിൻ്റെ റിലേ ആണ് റിമൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് അതിൽ ഉപയോഗിക്കുന്ന റിലേ ആണ്. ഇതിനെ PTC റിലേ എന്നാണ് പറയുന്നത്. കംപ്രസറിനെ സ്റ്റാർട്ട് ചെയ്യിക്കുന്നതും റൺ ചെയ്യിക്കുന്നതും ഈ റിലേ ആണ്. കംപ്രസറിൽ 2 വൈൻഡിങ് ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് വൈൻഡിങ്, റണ്ണിങ് വൈൻഡിങ് ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്കും റണ്ണിങ് വൈൻഡിങ്ങിലേക്കും ഒരേ സമയം കറണ്ട് കടത്തിവിട്ട് കംപ്രസർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ടിംഗ് വൈൻഡിങ് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിലേ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അഴിച്ചെടുക്കുന്ന OLP ആണ്, അഥവാ ഓവർലോഡ് പ്രൊട്ടക്ടർ എന്ന് പറയും. കംപ്രസർ ഓവർലോഡ് ആകുന്ന സമയത്ത് അതിൻ്റെ വൈൻഡിങ് കൂടുതൽ കറണ്ട് വലിച്ചെടുക്കും. അപ്പോൾ അത് വൈൻഡിങ്ങിന് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വൈൻഡിങ് കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്ത് പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുക. അതാണ് ഓവർലോഡ് പ്രൊട്ടക്ടറിൻ്റെ ഫംഗ്ഷൻ. അത് ഇതുപോലെ കംപ്രസറിൻ്റെ C ടെർമിനലിലേക്കായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഈ കാണിച്ചിരിക്കുന്ന കംപ്രസറിൽ ഏറ്റവും താഴെയുള്ളത് C ടെർമിനലും വലതുഭാഗത്തുള്ളത് R ടെർമിനലും ഇടതുഭാഗത്തുള്ളത് S ടെർമിനലുമാണ്. പക്ഷേ കൂടുതലും ഫ്രിഡ്ജുകളിൽ കണ്ടുവരുന്ന ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ Cയും വലതുഭാഗത്ത് Rഉം ഇടതുഭാഗത്ത് Sഉം ആണ്. അപ്പോൾ ചില കംപ്രസറിൽ മാത്രമാണ് ഇതുപോലെ C താഴെയായിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട റിലേയിൽ 2 ഹോളുകളുണ്ടാവും. അതിലൊന്നിൽ M എന്നും ഒന്നിൽ S എന്നും എഴുതിയിട്ടുണ്ടാവും. M എന്ന് പറഞ്ഞാൽ അത് റൺ വൈൻഡിങ് അതല്ലെങ്കിൽ മെയിൻ വൈൻഡിങ് എന്നാണ് അർത്ഥം. S എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ M എന്ന് പറയുന്ന ഹോള് റണ്ണിങ് ടെർമിനലിലേക്കും S എന്ന് പറയുന്ന ഹോള് സ്റ്റാർട്ടിംഗ് ടെർമിനലിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫ്രിഡ്ജിന് ഒരു കപ്പാസിറ്റർ കൂടുണ്ട്. അപ്പോൾ അത് സാധാരണയായിട്ട് കംപ്രസറിൻ്റെ ബാക്കിലുള്ള ആ പാനലിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്.